അസ്സലാമു അലൈക്കും. നമ്മളാരും അതിന് അത്തിപ്പറ്റ ഉസ്താദിനെതിരല്ലല്ലോ. അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്, വലിയാണ്, സൂഫിയാണ്. അതിൽ ആർക്കും സംശയമല്ല. മഹാനവറുകളെ സദസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ നസീഹത്തിൽ ഒരു 10 വട്ടെങ്കിലും സമസ്ത ഹക്കാണ്, അതിൽ പ്രവർത്തിച്ചോളി എന്ന് പറയാത്തൊരു നസീഹത്തിൻ്റെ സദസ്സ് മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പോകുമ്പോഴൊന്നും സമസ്തനെ പറ്റി ഇരിക്കല്ല. സമസ്തക്ക് അത്രയധികം സുപ്രഭാതത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു. അത്രയധികം സമസ്തക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് മഹാനവറുകൾ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ അന്ന് അത്തിപ്പറ്റ ഉസ്താദ് വഫാത്തായിട്ട് എത്ര വാർഷികം കഴിഞ്ഞു? ഏതെങ്കിലും ഒരു സമസ്തൻ്റെ പ്രവർത്തകന് അതിൽ പിരിവ് കൊടുക്കാൻ പാടില്ല, അങ്ങോട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ പറഞ്ഞിരിക്കണോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം പറയാനുള്ള സാഹചര്യം എന്താണ്? ഷെയ്ഖുന വഫാത്താകുന്നതിന് മുമ്പ് അവിടെ സലാത്തിൽ മജ്ലിസിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട വല്ലപ്പുഴ ഉസ്താദ്, സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ്. എവിടെ പോയതാ? ഈ സുപ്രഭാതത്തിൽ കൊടുത്തിയിൽ ഏതെങ്കിലും ഒരു സമസ്തൻ്റെ ഉസ്താദുമാരെ പേരുണ്ടോ? ഉണ്ട്. ആലിക്കുട്ടി ഉസ്താദിൻ്റെ പേരുണ്ട്. വരൂല എന്ന് ഓൽക്കന്നെ അറിയാം, സുഖല്ല ഷെയ്ഖുനാക്ക്. ഹംസക്കുട്ടി ഉസ്താദിൻ്റെ പേരുണ്ട്, നെല്ലാ ഉസ്താദിൻ്റെ പേരുണ്ട്. ഇവലൊക്കെ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരൂല. അത് ഇവലിക്കറിയാം. ബാക്കി ഒരൊറ്റൊന്ന് സമസ്തൻ്റെ ആലിമീങ്ങളുണ്ടോ നോക്കണേ, ഒരൊറ്റൊന്നില്ല. പിന്നെ അതിലില്ല മുഴുവൻ പേരും ഏതാണ്? ഈ സുഹാബി കൊട്ടാരം പണ്ഡിതന്മാരെ പേരാണ് അതിലുള്ളത്. അബ്ദുച്ചമദ് പൂക്കോട്ടൂര്, ഇവലൊക്കെയാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഇതുകൊണ്ടാണ് സമസ്തൻ്റെ പ്രവർത്തകർ അതിന് പിരിവ് തരൂല എന്ന് പറയാൻ കാരണം. സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ഷെയ്ഖുന ഉമർ ഫൈസി ഉസ്താദ് എന്താ ക്ഷണിക്കാത്തു? അള്ളാഹ് ക്ഷണിക്കാൻ പറ്റില്ല, ഷജറാണ്. സമസ്ത വിരുദ്ധനാണ്, പാണക്കാട് വിരുദ്ധനാണ്, ലീഗ് വിരുദ്ധനാണ്. ഉമർ ഫൈസിനെ ക്ഷണിക്കാൻ പാടില്ല, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കാട് ഉസ്താദിനെ ക്ഷണിക്കാൻ പാടില്ല. എവിടെ പോയി ഇവരൊക്കെ? എന്താ ബൽക്കു റൂസിൽ പങ്കെടുക്കണ്ട? പോലെ ക്ഷണിക്കൂല. ഇതുകൊണ്ടാണ് സമസ്തൻ്റെ പ്രവർത്തകർക്ക് വികാരം വരുന്നത്. ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഒരൊറ്റൊന്ന് ഞാൻ ഈ പറഞ്ഞ വിരലും എണ്ണിയതല്ലാത്ത ഒരൊറ്റൊന്ന് സമസ്തൻ്റെ ഒരു ആലിമ് ഈ നോട്ടീസിൽ നിങ്ങൾ ഉണ്ടോ നോക്കി. ഒന്നത്. രണ്ടാമത്, ഫേസ്ബുക്കിൽ അത്തിപ്പറ്റ ഫത്തുൽ ഫത്താഹ് എന്നുള്ളൊരു എഫ് പിയിൽ ഇതുണ്ടല്ലോ, ഒരു പേജ് ഉണ്ടല്ലോ. ആ പേജിൽ സുപ്രഭാതത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അറുഫ് സുപ്രഭാതത്തിൽ നിങ്ങൾ ആ എഫ് പിയിൽ നിങ്ങളൊന്ന് കാണിച്ചെന്നാണ്. ആ സുപ്രഭാതത്തിൻ്റെ ആ ഫേസ്ബുക്കിൽ ആ പേജിൽ അത്തിപ്പറ്റ എന്നല്ല ഫത്തുൽ ഫത്താഹ് എന്നുള്ള പേജിൽ സുപ്രഭാതത്തിനെ പറ്റിയൊന്ന് പറഞ്ഞാട്ടി ഉണ്ടാവൂല, കൊടുക്കൂല. ഇതെന്താണ്? അതുകൊണ്ടാണ് ഞമ്മക്കൊക്കെ ആ സ്ഥാപനത്തിനെ, മഹാനായ ഷെയ്ഖുനാന്റെ സ്ഥാപനത്തിനെ എതിർക്കണ ഞമ്മക്കൊക്കെ അത്രയധികം സങ്കടമുണ്ട്. പക്ഷെ എന്താണ്, ഞമ്മക്ക് 1, 2, 3, 4, 5, 10, 100 എല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അതിൻ്റെ 40 അംഗ മുശാവറ. അതെന്താണോ പറയുന്നത്, ഒരു വരണ വരച്ചാൽ അതിൻ്റെ അപ്പുറത്തന്നെ കിടക്കൂല. ഷജറകൾ എന്ന് പറയുന്നത് നമ്മൾ. അപ്പം അങ്ങനത്തെ ഷജറകളെ മുഴുവൻ വെട്ടി മാറ്റുക, വെറും സുഹാബി കൊട്ടാരം പണ്ഡിതന്മാർക്ക് ഇത് കൊടുക്കുക. അത് കൊടുത്തതുകൊണ്ട് ഞമ്മക്ക് സഹകരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം. പിന്നെ മൂപ്പര് പറഞ്ഞമായിരിക്കും അത് പറ്റൂല എന്ന് പറയാൻ ഞമ്മക്ക് പറ്റൂല. നമ്മൾ സമസ്ത പറഞ്ഞിടത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ചോദിക്കും, ഇതിന് സമസ്ത അതിന് അങ്ങനെ ഒരു ഇത് കൊടുത്തുകൊണ്ട് ചോദിച്ചു. സമസ്ത കൊടുത്തിട്ടില്ല.